ഹലോ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും ക്രിസ്റ്റലിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് SCERT കേരള സിലബസിന്റെ പുസ്തകമാണെന്ന് നിങ്ങൾക്ക് അറിയാം. SCERT ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പോളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നൊരു സബ്ജക്ട് HSA പരീക്ഷയ്ക്ക് വളരെ സിഗ്നിഫിക്കന്റ് ആണ്. ആ പൊളിറ്റിക്കൽ സയൻസിൽ തന്നെ ഉള്ള ചില കോൺസെപ്റ്റുകൾ നമ്മൾ ഈ SCERT ടെക്സ്റ്റ് ബുക്കിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് കൈകാര്യം ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ HSC എക്സാമിനേഷൻ എഴുതുന്ന ഒരു ആസ്പിരന്റ് ആണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഈ SCERT പോയിന്റ്സ് ഒരിക്കലും മിസ്സാക്കരുത്. നമ്മൾ ആ കോൺസെപ്റ്റ് മാത്രം പഠിച്ചാൽ പോരാ, SCERT ബേസ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കാൻ ശ്രമിക്കണം. കാരണം പരീക്ഷയ്ക്ക് നമുക്ക് അതിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് ചില ചോദ്യങ്ങൾ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ HSA സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ടിട്ട് ക്രിസ്റ്റലിൽ ഓൾറെഡി ക്ലാസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ കോഴ്സ് ഫീ വരുന്നത് നിങ്ങൾക്ക് എൻ്റയർ കോഴ്സ് കംപ്ലീഷൻ ഫുള്ളി എല്ലാ സപ്പോർട്ടും നൽകുന്ന നമ്മുടെ ഈ കോഴ്സ് പാക്കേജിന്റെ ഭാഗമായിട്ട് ദ ഫീ വരുന്നത് 4,999 രൂപക്കാണ്. അതിൽ പാർട്ട് എയും പാർട്ട് ബിയും മൊത്തത്തിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് HSA സോഷ്യൽ സയൻസ്. അപ്പൊ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറുമായിട്ട് ഉടനെ തന്നെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. കാരണം നിങ്ങൾ എത്രയും നേരത്തെ പ്രിപ്പറേഷൻ ആരംഭിക്കുന്നുണ്ടോ അത്രയും നേരത്തെ നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ട് എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിലെ ഹൈസ്കൂളിൽ ഒരു ടീച്ചർ പോസ്റ്റിലോട്ട് എത്തിച്ചേരുക, ഗവൺമെന്റ് പോസ്റ്റിലോട്ട് എത്തിച്ചേരുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല, എന്നാൽ അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ ഉള്ളതുമാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് പഠിച്ചു പോവുക. ഇന്നത്തെ ക്ലാസ് അങ്ങനെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒന്നായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും കൊമന്റുകളും സജഷൻസും എല്ലാം നിങ്ങൾ കൊമന്റ് ആയിട്ട് തന്നെ ചാറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ശ്രമിക്കുക. ഓക്കെ, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ 6th സ്റ്റാൻഡേർഡിലെ ഡെമോക്രസി ആൻഡ് റൈറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഇവിടെ 2 വാക്കുകളാണ് വരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒന്ന് വരുന്നത് ഡെമോക്രസി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്, മറ്റൊന്ന് റൈറ്റ്സ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ലോകത്ത് ഈ ഡെമോക്രസിക്ക് വേണ്ടിയും മനുഷ്യന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയും ശബ്ദിച്ചിട്ടുണ്ടായിരുന്ന ചില ആൾക്കാരുടെ, മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ, ഗാന്ധി, നെൽസൺ മണ്ടേല, ഇവരുടെ ചില ഫോട്ടോസും ഇവിടെ ഈ ടെക്സ്റ്റ് ബുക്കിന്റെ ഭാഗമായിട്ട് കാണാൻ പറ്റും. അപ്പൊ SCERT ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡിസ്കഷൻ ആണ് നമ്മൾ ഇന്ന് കൊണ്ടുപോകുന്നത്. നിങ്ങൾ HSA പഠിക്കുന്ന ആസ്പിരന്റ് ആണോ, SCERTക്ക് അതിന്റെ റെലവൻസ് ഉണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ആ ഡിസ്കഷനും സീരീസും ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതും നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇവിടെ കണ്ടോ, ഡെമോക്രസി എന്നുള്ളതാണ് പാർട്ട് 1 വരുന്നത്. അതായത് ഇന്നത്തെ ഡിസ്കഷനിൽ ഒന്നാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് ഡെമോക്രസി എന്നുള്ളതാണ്. പിന്നെയാണ് റൈറ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഡെമോക്രസി എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം ഇന്ന് മോഡേൺ ലോകത്ത് കോൺസെപ്റ്റ് ക്ലിയർ ആക്കി തരുവാണ് കേട്ടോ. അപ്പൊ മോഡേൺ ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോം ഓഫ് ഗവൺമെന്റ്, ഒരു ഗവൺമെന്റിന്റെ രൂപമാണ് ഡെമോക്രാറ്റിക് ഗവൺമെന്റ് എന്ന് പറയുന്നത്. അതേ സമയത്ത് ഡെമോക്രാറ്റിക് ഗവൺമെന്റ് മാത്രമാണോ ഉള്ളത്? അല്ല, നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? മൊണാർക്കി അല്ലെങ്കിൽ രാജഭരണം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഏതെങ്കിലും സുൽത്താനേറ്റ്, അറബ് രാജ്യം ഡെമോക്രസി ആണോ? അല്ല, ഇലക്ഷൻ അല്ലല്ലോ വരുന്നത്. നമ്മൾ ഡെമോക്രസിയുടെ പ്രധാനപ്പെട്ട ഒരു കോമ്പണന്റ് ആണെന്ത്? ഇലക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഓരോ ഇലക്ഷൻ സമയത്ത് നമ്മളോട് ഇത് നിങ്ങളുടെ അവകാശമാണേ എന്ന് ഇലക്ഷൻ കമ്മീഷനും രാജ്യവും വിളിച്ചു ചോദിക്കുന്നത്. അപ്പൊ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് എന്ന് പറയുന്നത് ജനങ്ങളുടെ അവകാശങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ളതാണ്. അപ്പൊ എങ്ങനെയാണ് ആ നാട്ടിലെ ഗവൺമെന്റ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലിരിക്കും ആ നാട്ടിലെ ജനങ്ങളുടെ അവകാശങ്ങൾ. മൊണാർക്കി ആകുമ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ള റൈറ്റുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം എന്താ? ആ രാജ്യത്തെ ഭരണ സംവിധാനം എന്താണോ പറയുന്നത് അതിനനുസരിച്ചുള്ള റൈറ്റുകൾ മാത്രമായിരിക്കും അവർ ലഭിക്കുന്നത്. അപ്പൊ അങ്ങനെ കോൺസെപ്ച്വലി മനസ്സിലാക്കി വെക്കേണ്ട ഒരു ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ആണ്. നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ ടോപ്പിക് നല്ലതുപോലെ അറിയുന്നുണ്ടാവും, എങ്കിലും നമുക്ക് SCERT പോയിന്റ്സിൽ എന്തൊക്കെ പറയുന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ. ആ രീതിയിൽ ക്ലാസ്സുകൾ കൃത്യമായിട്ട് കേൾക്കാനും ശ്രമിക്കുക, നോട്ട്സും കാര്യങ്ങളും എഴുതിയെടുത്ത് പഠിക്കാനും ശ്രമിക്കുക കേട്ടോ. സോ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ഉണ്ട്, നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ഉണ്ട്. ഡെമോക്രാറ്റിക് ഗവൺമെന്റ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന എന്താണ്? മനുഷ്യന്റെ അവകാശങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ്. നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റുകളിൽ റൈറ്റുകൾ ഉണ്ട്, പക്ഷെ അത് ലിമിറ്റഡ് ആണ്. ഇല്ല എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ തരുവാണെങ്കിൽ തെറ്റാണ്. അവകാശങ്ങൾ ഉണ്ട്, പക്ഷെ ലിമിറ്റഡ് ആണ്. അവകാശങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ഹ്യൂമൻ റൈറ്റ് ഉണ്ട്, മനുഷ്യ അവകാശങ്ങൾ എന്ന് പറയുന്ന ചില അവകാശങ്ങളുണ്ട്, കുട്ടികളെ സ്പെസിഫിക് ചെയ്തിട്ടുള്ള അവകാശങ്ങളുണ്ട്, സ്ത്രീകളെ സ്പെസിഫിക് ചെയ്തിട്ടുള്ള അവകാശങ്ങളുണ്ട്. ഇങ്ങനെ പല അവകാശങ്ങളും ഉണ്ട് എന്നുള്ള മനസ്സിലാക്കലാണ് ഗവൺമെന്റ്, എസ്പെഷ്യലി എ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് എന്നുള്ള ഒരു ചർച്ചയാണ് നമ്മൾ ഇന്നത്തെ ഡിസ്കഷനിൽ ഉടനീളം കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ ഡെമോക്രസി എന്ന് പറയുന്ന ഒരു നിലനിൽക്കുന്ന, അതായത് ജനാധിപത്യം എന്ന് പറയുന്ന
ഒരു ആശയം ഉള്ളിടത്ത് അതിന് ഏറ്റവും തുല്യമായിട്ട് കടക്കുന്ന ഒരു കാര്യമാണ് റൈറ്റ്സ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഡെമോക്രസി ആൻഡ് റൈറ്റ് എന്നുള്ള പറയുന്നത് ഒരുമിച്ച് നിൽക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഡെമോക്രസി നിലനിൽക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയാ? അവകാശങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അവകാശങ്ങൾ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കപ്പെടുന്നത് എവിടെയാണ്? ഡെമോക്രാറ്റിക് ഗവൺമെന്റിലാണ് എന്നുള്ളിടത്താണ് നമ്മുടെ SCRT പാഠം നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇത് ഡിസ്കഷന്റെ സമ്മറിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ ഉടനീളം കടന്നു പോകാം. അപ്പൊ അങ്ങനെ SCRT പുസ്തകത്തിൽ നിങ്ങളോട് ഒരു കഥ പറഞ്ഞിട്ടാണ് ആരംഭിക്കുന്നത്. അങ്ങ് ആഫ്രിക്ക നിങ്ങൾക്ക് അറിയാം ഒരു ഇരുണ്ട ഭൂഖണ്ഡമാണ്. ഇരുണ്ട ഭൂഖണ്ഡം എന്ന് വിശേഷിപ്പിക്കാൻ കാരണം ഒരുപാട് ട്രൈബൽസിനാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു ഭൂഖണ്ഡമാണ്. കറുത്ത വംശജർ എന്ന് വിശേഷിപ്പിക്കുന്ന മനുഷ്യ വിഭാഗത്തിലെ വിഭാഗത്തെ സൂചിപ്പിക്കുന്ന ഒരു ദേശം. ആ ദേശത്ത് ഉണ്ടായിരുന്ന ചില വൈറ്റ് ഡിസ്ക്രിമിനേഷൻ, വെള്ളക്കാരുടെ, ബ്രിട്ടീഷുകാരും മറ്റു യൂറോപ്യൻസും ആ നാടുകളെല്ലാം പിടിച്ചെടുത്തുകൊണ്ട് ഒരുപാട് ഡിസ്ക്രിമിനേഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് അപാർത്തിഹൈഡ് എന്ന് പറയുന്ന ചില പോളിസികൾ. അതിനെതിരെ ശബ്ദിച്ചു വന്നിട്ടുണ്ടായിരുന്ന മനുഷ്യനാണ് നെൽസൺ മണ്ടേല. അദ്ദേഹത്തിന്റെ ഒരു ചരിത്രത്തിന്റെ ചില സിഗ്നിഫിക്കന്റ് സ്റ്റോറി വെച്ചിട്ടാണ് നമ്മളുടെ ഈ ടെക്സ്റ്റ് ബുക്ക് ആരംഭിക്കുന്നത്. അതിൽ നെൽസൺ മണ്ടേലയെ വിശേഷിപ്പിക്കുന്ന ചില കാര്യങ്ങൾ. നെൽസൺ മണ്ടേല 1918 ട്രാൻസ്കി എന്ന് പറയുന്ന സൗത്ത് ആഫ്രിക്കയിലാണ് അദ്ദേഹം ജനിക്കുന്നത് കേട്ടോ. അദ്ദേഹം കസോസ ട്രൈബിൽ പെട്ടിട്ടുണ്ടായിരുന്ന ആളാണ്. അതിൽ വലിയ ഒരു ചീഫിന്റെ മകനായിരുന്നു ഇദ്ദേഹം. കറുത്തവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ശബ്ദിച്ചിട്ടുണ്ടായിരുന്നത്. ദാറ്റ് ഈസ് 80% ഓഫ് ദ പോപ്പുലേഷൻ ഇൻ സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയിലെ 80% പോപ്പുലേഷൻ കറുത്ത വിഭാഗക്കാരാണ്. അപ്പൊ കറുപ്പ് എന്ന് പറയുന്നത് ഒരു നിറമാണ്. ആ നിറത്തെ വംശീയപരമായിട്ടോ ഡിസ്ക്രിമിനേഷന്റെ അടിസ്ഥാനത്തിലോ കൊണ്ടു നടക്കേണ്ട ഒന്നല്ല. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു അവസ്ഥയാണ്. പ്രത്യേകിച്ച് വെള്ളക്കാർ ഭരിച്ച സമയത്ത് ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു. ഗാന്ധിയെ ചവിട്ടി പുറത്താക്കി അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. സോ ഹി വാസ് എ ലീഡർ ഓഫ് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ ലീഡർ ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, ഈ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിച്ചപ്പോൾ ബ്രിട്ടീഷുകാരായിട്ടുള്ള ആൾക്കാർ ഇദ്ദേഹത്തെ ഒരു 26 വർഷം 26 years 7 months and 10 days. എത്ര വർഷം നോക്കിക്കേ? 26 വർഷം പ്ലസ് 7 months പ്ലസ് 10 days അദ്ദേഹത്തെ ജയിലിൽ അടക്കുന്നുണ്ട്. ആഫ്രിക്കൻ ഗാന്ധി എന്നാണ് നമ്മൾ അദ്ദേഹത്തെ വിശേഷിക്കല്ലേ, സൗത്ത് ആഫ്രിക്കൻ ഗാന്ധി എന്ന രീതിയിൽ. എന്നിട്ട് 1990 അദ്ദേഹത്തെ റിലീസ് ചെയ്യുന്നത്. പിന്നീട് അദ്ദേഹം ചെയ്തു 1994 സൗത്ത് ആഫ്രിക്കയുടെ അദ്ദേഹം പ്രസിഡന്റായി മാറുകയും ചെയ്തു. 2013 അദ്ദേഹം മരിക്കുകയും ചെയ്തു 95-ാമത്തെ വയസ്സിൽ. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ അറിഞ്ഞിരിക്കേണ്ടത് 1948 നിങ്ങൾക്ക് HSA പരീക്ഷയിൽ HSA പ്രിപ്പറേഷൻ നടത്തുന്ന കുട്ടികൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. നിങ്ങളുടെ പാർട്ട് B എന്ന് പറയുന്ന സോഷ്യൽ സയൻസിലെ ഭാഗങ്ങൾ, അതിലാണ് ഈ പൊളിറ്റിക്കൽ സയൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടി പോകുന്നത് മലയാളത്തിലായിരിക്കും. ഓക്കെ, ക്രിസ്റ്റലിന്റെ കോഴ്സസിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷും മലയാളം മിക്സ് ചെയ്തിരിക്കുന്ന നോട്ട്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കോച്ചിങ് ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉടനടി തന്നെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. കാരണം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഇതിന് സീരിയസ് ആയിട്ടുള്ള ഒരു ആസ്പിരന്റ് ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പ്രിപ്പറേഷന് ഡിലേ ആക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. 1948 അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി കഴിഞ്ഞപ്പോഴും ആഫ്രിക്ക പോലുള്ള ലാൻഡുകളിൽ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവിടുത്തെ ഗവൺമെന്റ് ഒരു വർണ്ണ വിവേചനം നടത്തുന്നുണ്ട്, ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അപാർത്തിഹൈഡ് എന്ന് വിളിക്കുക കേട്ടോ. ഇംഗ്ലീഷിൽ ഇതാണ് അതിനെ വിളിക്കുക. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വംശീയ വിഭജനം നല്ല പോലെ വന്നു. എങ്ങനെ? ബ്ലാക്ക് വേഴ്സസ് വൈറ്റ്, കറുത്തവർ വെള്ളക്കാർ എന്ന് പറയുന്ന വിഭജനം കാര്യങ്ങളൊക്കെ നല്ലതുപോലെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെതിരെ ഇദ്ദേഹം ഫൈറ്റ് ചെയ്തിട്ട് മനുഷ്യരാണ്, മനുഷ്യ അവകാശമാണ് എന്ന് പറഞ്ഞിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആളാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹം 26 വർഷം 7 മാസം 10 ദിവസമൊക്കെ ജയിലിൽ അടച്ചിരുന്നത്. നിങ്ങൾ ആലോചിക്കുക, നമുക്ക് എത്ര വയസ്സായിട്ടുണ്ട്? നമുക്കൊരു 30 വയസ്സുണ്ട് എന്ന് വിചാരിക്കുക ഫോർ എക്സാമ്പിൾ. അതിൽ 26 വർഷം നമ്മൾ ജയിലിലാണെങ്കിൽ അത്രയും സഹനങ്ങൾ സഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. 1994 മുതൽ 99 വരെ അദ്ദേഹം സൗത്ത് ആഫ്രിക്കയുടെ പ്രസിഡന്റ് ആയിട്ട് സെർവ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയാണ് ലോങ് വാക്ക് ടു ഫ്രീഡം. പരീക്ഷയ്ക്ക് പഠിച്ചു വെച്ചോണം, പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കും. ലോങ് വാക്ക് ടു ഫ്രീഡം എന്ന് പറയുന്നത് ആരുടെ ഓട്ടോബയോഗ്രഫിയാണ്? ചിലപ്പം ചോദിക്കും പരീക്ഷയ്ക്ക്. അതുകൊണ്ട് ഈ പോയിന്റ് പഠിച്ചു വെക്കുക. യുണൈറ്റഡ് നേഷൻസ് 18 ജൂലൈ നെൽസൺ മണ്ടേലയുടെ ദിവസമായിട്ട് ആചരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് നെൽസൺ മണ്ടേല ഇന്റർനാഷണൽ ഡേ. എന്തിനാ? October 2 നമ്മൾ ഗാന്ധി ജയന്തി ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഗാന്ധിസ് മെസ്സേജ് ഓഫ് നോൺ വയലൻസ്. സിമിലർലി മനുഷ്യ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു നെൽസൺ മണ്ടേല എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ചില കാര്യങ്ങൾ പഠിച്ചു വെക്കണം. ഈ SCRT പുസ്തകത്തിലെ സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ കാണുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ.
അതിലെ ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ മലയാളത്തിലുള്ളതും ഇംഗ്ലീഷുള്ളതും, ഇങ്ങനെ ഇത്രയും പോയിന്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിച്ചു വെക്കാൻ പറ്റുന്നുണ്ടോ, നിങ്ങളുടെ ലേണിംഗ് പ്രോസസ്സ് നല്ലതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഓക്കെ, സോ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. പഠിക്കുമ്പോൾ ഓരോ പോയിന്റുകൾക്കും അതിൻ്റെ ആയിട്ടുള്ള റെലവൻസ് ഉണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കാനും ശ്രമിക്കണം. അതിൽ ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റുകൾ ഓരോന്നും ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന അദ്ദേഹം എന്തായിരുന്നു, എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് SCERT പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ഇൻഫോർമേഷനേക്കാൾ കൂടുതൽ പോയിന്റുകൾ ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി SCERT ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല. അതുകൊണ്ട് അത് പഠിച്ചു വെക്കുക. ലോങ് വാക്ക് ടു ഫ്രീഡം എന്ന് പറയുന്നത് ആരുടേതാണ്? പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആ രീതിയിൽ ടോപ്പിക് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുക കേട്ടോ. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. ഇതില് ചില രാജ്യങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്, അവരുടെ ഫോം ഓഫ് ഗവൺമെന്റ്. ഒരു കഥയിലൂടെയാണ് SCERT പുസ്തകം ആരംഭിച്ചെന്ന് പറഞ്ഞിടത്താണ് നമ്മൾ നെൽസൺ മണ്ടേലയെ ഡിസ്കസ് ചെയ്തത്. അതിൽ ഭൂട്ടാൻ എന്ന് പറയുന്ന നമ്മുടെ നെയ്ബറിംഗ് രാജ്യമുണ്ട് അല്ലെ. ആ ഭൂട്ടാൻ എന്ന് പറയുന്ന രാജ്യത്തുള്ളത് എന്താണ്? അവിടെ ഒരു മൊണാർക്കിയ, രാജഭരണമാണ്. പക്ഷെ മൊണാർക്കി ആണെങ്കിൽ പോലും അവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയ. എങ്ങനെയായിരിക്കണം രാജഭരണം എന്ന് ഓൾറെഡി തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിനെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി എന്ന് വിളിക്കുന്നത്. ഇന്ത്യയിൽ എന്താണ്? ഇന്ത്യയിൽ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, പക്ഷെ മൊണാർക്കിയാണോ? അല്ല. നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്തിട്ടുള്ള എന്താണ് നമുക്കുള്ളത്? ഡെമോക്രസിയാണ് നമുക്കുള്ളത്. ഓക്കെ, ബ്രൂണൈ സുൽത്താൻ എന്ന് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബ്രൂണൈ എന്ന് പറയുന്ന രാജ്യത്ത് മൊണാർക്കിയാണുള്ളത്, സൽത്തനേറ്റ് എന്നുള്ളത്. കിങ്ഡം ഓഫ് സൗദി അറേബ്യയിൽ എന്താണുള്ളത്? അവിടെ ഒരു മൊണാർക്കിയാണുള്ളത്. മ്യാൻമാറിൽ മിലിറ്ററി റൂൾ ആണുള്ളത്. ഓക്കെ, ഈ മിലിറ്ററി റൂള്, സൽത്തനേറ്റ്, ഇതൊക്കെ എന്താണ് ബേസിക്കലി? ഇതെല്ലാം നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റുകളാണ്. അതായത് ഡെമോക്രസി അടിസ്ഥാനത്തിലുള്ള ഗവൺമെന്റുകളാണോ? അല്ല. ഡെമോക്രസി അടിസ്ഥാനത്തിൽ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? പീപ്പിൾ, ജനങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടവര്. ജനങ്ങളുടെ കയ്യിലാണ് സർവ അധികാരവും. അതിനാണ് നമ്മൾ ഇംഗ്ലീഷിൽ സോവർണിറ്റി എന്ന് പറയുന്നത്. നിങ്ങളുടെ സിലബസിൽ ആ വാക്കുണ്ട്, അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. പക്ഷെ ഇങ്ങനത്തെ പോയിന്റുകൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, ദീസ് ആർ സം ഓഫ് ദി വെരി ബേസിക് ഇൻഫോർമേഷൻ ദാറ്റ് യു ഷുഡ് നോ. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ ഫാർ ഡിസ്കഷൻ ഓക്കെ ആണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മൾ ആദ്യം ഒരു നെൽസൺ മണ്ടേലയുടെ സ്റ്റോറി പറഞ്ഞു, ഡിഫറെന്റ് ഫോം ഓഫ് ഗവൺമെന്റ് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. എന്താണ് ഡെമോക്രാറ്റിക് ആൻഡ് നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റുകളുടെ ഫീച്ചേഴ്സ് എന്നുള്ളതാണ്. ഓൾറെഡി നമ്മളിപ്പോൾ ഡിസ്കഷന്റെ അകത്തൂടെ കുറെ കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്, എക്സാമ്പിളും പറയുകയും ചെയ്തു. ഡെമോക്രാറ്റിക് ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ എന്താ? ഗവൺമെന്റ് ഫോംഡ് ബൈ ദ റെപ്രസെന്റേറ്റീവ്സ് ഇലക്ടഡ് ബൈ ദ പീപ്പിൾ, അല്ലെങ്കിൽ പീപ്പിൾ. ഇവിടെ ആരാണ് ഇമ്പോർട്ടൻസ്? പീപ്പിൾ ആണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. വലിയ രാജ്യമാകുമ്പോൾ ജനങ്ങൾക്ക് എല്ലാവർക്കും ഭരണത്തിൽ പങ്കുചേരാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് എടുക്കും? നമ്മൾ റെപ്രസെന്റേറ്റീവ്സിനെ തെരഞ്ഞെടുക്കും. നമ്മൾ ലോകസഭ ഇലക്ഷൻ, നിയമസഭ ഇലക്ഷൻസ് അങ്ങനെയാണ് വരുന്നത്. ഇവിടെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് റൈറ്റ്സ് എന്ന് പറയുന്നത് ലീഗലി എൻഷുർഡ് ആണ്. ഒരു വിഷയത്തെക്കുറിച്ച് എനിക്ക് എന്റെ അഭിപ്രായം പറയാം എന്നുള്ളത് നിയമത്തിൽ എനിക്ക് ആ അവകാശം നൽകുന്നുണ്ട്. ഓക്കെ, അതേസമയത്ത് ഭരണാധികാരികൾ ആർ സബ്ജക്ട് ടു ലോ. ഞാൻ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണ് എന്ന് ഉള്ളത് കൊണ്ട് എനിക്ക് എന്തും ചെയ്യാം എന്നുള്ളതുണ്ടോ? ഇല്ല. ഐ ആം സബ്ജക്ട് ടു സെർട്ടൻ ലോ ആൻഡ് പ്രോട്ടോകോൾ. അതിനനുസരിച്ച് എനിക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആരും ഇവിടെ എന്തല്ല? ഓട്ടോക്രാറ്റിക് അല്ല, സുപ്രീം അല്ല, ഡിക്റ്റേറ്റർ അല്ല. ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ. എന്തിന്റെ? ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെന്റിന്റെ ഫംഗ്ഷൻ. ഇന്ത്യ അതിന് വൺ ഓഫ് ദി ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഇനി നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ആണ്. പവർ ഈസ് പാസ്ഡ് ഓൺ ഹെറിഡിറ്ററിലി ഓർ ഈസ് ക്യാപ്ചേർഡ്. ഇത് എനിക്ക് ശേഷം ഞാനാണ് രാജാവ്, എന്റെ മക്കള് രാജാവാകും, അവർക്ക് ശേഷം മറ്റൊരുത്തൻ, അല്ലെങ്കിൽ എൻ്റെ ഒരു മകനെ ആരെങ്കിലും അടിച്ചു കൊന്നിട്ട് മറ്റൊരുത്തൻ പവർ എസ്റ്റാബ്ലിഷ് ചെയ്യാം. നിങ്ങൾ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് ചരിത്രത്തിൽ ഉടനീളം കേൾക്കുന്നുണ്ടാവും. അച്ഛനെ കൊന്ന മകൻ, മകനെ കൊന്ന ബ്രദർ, മറ്റൊരു ബ്രദർ. ഓക്കെ, അങ്ങനെ പലരും കൊന്നിട്ട് ഭരണത്തെ പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ തലമുറകളായിട്ട് കൈമാറുന്ന ഭരണത്തെ വിളിക്കുന്ന പേരാണ് നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് എന്നുള്ളത്. അവിടുത്തെ ഫ്രീഡം ഓഫ് സ്പീച്ചും റൈറ്റുകളും എന്താണ്? ലിമിറ്റഡ് ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു തുടക്കത്തില്. ഇവിടെ റൂളറാണ് സുപ്പീരിയർ. പുള്ളിക്കാരൻ എന്തുണ്ടാക്കുന്നോ അതാണ് പുള്ളിക്കാരന്റെ നിയമം. സോ റൂളർ ഈസ് സുപ്പീരിയർ ടു ലോ. നിയമത്തിൽ ഏറ്റവും ഉയർന്ന വ്യക്തി ആരാണ്? റൂളറാണ്. കാരണം ലോ ഉണ്ടാക്കുന്നത് തന്നെ ആരാണ്? പുള്ളിക്കാരനാണ്. പുള്ളിക്കാരൻ പറയുന്നത് എന്താ അതാണ് നിയമം എന്നുള്ളത്. ഇത് SCERT പോയിന്റുകളാണ്, കൃത്യമായിട്ട് പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്, മിസ്സാക്കരുത്. ഇത് കോൺസെപ്റ്റുവൽ ക്ലാരിറ്റിയാണ്. ഈ കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി ഉണ്ടെങ്കിലേ നിങ്ങളുടെ പഠനം വളരെ നന്നായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പൊ അതനുസരിച്ചിട്ട് പഠിക്കാനുള്ള ശ്രമം നിങ്ങൾ ഉണ്ടാവുക. ഇവിടെ ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് മലയാളം നിങ്ങളെ പഠിപ്പിക്കുന്നത്
ചില കോൺസെപ്റ്റ് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയാണ് ചില സ്പെഷ്യൽ ഭാഗങ്ങളുടെ മലയാളം നോട്ട്സ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ മിക്സ് ആയിട്ട് പഠിക്കാനുള്ള ഒരു ശ്രമം നിങ്ങൾ കൊണ്ടുപോവുക. ഓക്കെ, ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മലയാളത്തിലായിരിക്കും വരുന്നത്, ബട്ട് ഹാവ് ദിസ് മിക്സ് ഓഫ് അപ്രോച്ച്, ഇങ്ങനത്തെ ഒരു മിക്സ് അപ്രോച്ച് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പൊ ഡെമോക്രാറ്റിക് ആൻഡ് നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റുകളുടെ ഫീച്ചേഴ്സും കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇനി ജനാധിപത്യ ഒരു സർക്കാരിന്റെ ഗുണഫലങ്ങളാണ് പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞൊരു ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ഉണ്ട് എന്നുള്ളത്, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? മെറിറ്റ്സ് ആ പറയുന്നത്, മെറിറ്റ്സ് ഓഫ് ഡെമോക്രാറ്റിക് ഗവൺമെന്റ്. അതിലൊന്ന് പറയുന്നു, ജനങ്ങളുടെ അഭിപ്രായം മാനിക്കുന്നു, വ്യക്തികളുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നു, ഭരണാധികാരികളും ജനങ്ങളും ഒരേ നിയമത്തിന് വിധേയരാണ്, ഭരണാധികാരികൾ ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. ചിലപ്പം ഇത് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കും. ദ റൂളേഴ്സ് ആർ റെസ്പോൺസിബിൾ ടു ഓപ്ഷൻ എ പാർലമെന്റ്, ഓപ്ഷൻ ബി ജുഡീഷ്യറി അല്ലെങ്കിൽ കോടതി, ഓപ്ഷൻ സി സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, ഓപ്ഷൻ ഡി പീപ്പിൾ. അങ്ങനെ ചോദിക്കും. അപ്പൊ ഭരണാധികാരികൾ കടപ്പെട്ടിരിക്കുന്ന ആരോടാണ്? ജനങ്ങളോടാണ്. കാരണം അപ്പൊ നിങ്ങൾക്ക് തോന്നും സർ പാർലമെന്റ് ആയിക്കൂടെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആയിക്കൂടെ എന്നുള്ളത്. പക്ഷെ ഇത് രണ്ടും ഒരുമിച്ച് ഒരു ആൻസറിൽ വരില്ലല്ലോ. കാരണം ഏത് ഭരണാധികാരികൾ എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. കേരളത്തിന്റെ ഭരണാധികാരി കേരള സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലോട്ടാ റെസ്പോൺസിബിൾ ആയിട്ട് വരുന്നത്. എം പിമാര് വരുന്നത് പാർലമെന്റിലോട്ടാണ്. ജനറലി എന്താണ്, ഭരണാധികാരികൾ ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നതിനെയാണ് ജനാധിപത്യ സർക്കാർ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ഭരണാധികാരികൾ ആരോട് കടപ്പെട്ടിരിക്കുന്നു ചോദിക്കുമ്പോൾ ജനങ്ങളാണ് ഉത്തരം. അപ്പൊ അങ്ങനെ പോയിന്റുകൾ വരെ അല്ലെങ്കിൽ കോൺസെപ്റ്റൽ തീമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും എന്നുള്ളതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ വീഡിയോ ഒന്നുകൂടെ റിവൈസ് ചെയ്തിട്ട് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ജനാധിപത്യ സർക്കാരിന്റെ ചില കാര്യങ്ങളാണ് എന്ത്? അഭിപ്രായം റെസ്പെക്ട് ചെയ്യുന്നത്, റെസ്പെക്ട് ദ ഫ്രീഡം ഓഫ് സ്പീച്ച്, വ്യക്തി സ്വാതന്ത്ര്യം, ഭരണാധികാരിയും ജനങ്ങളും ഒരേ നിയമത്തിന് വിധേയരാണ്, ഭരണാധികാരി ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിച്ചു വെക്കുക എന്നുള്ളത്. ഇങ്ങനത്തെ പോയിന്റുകൾ കോൺസെപ്റ്റിൽ പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. സംതിങ് ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റ് ആയിട്ട് അറിയിക്കാനും ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫൈൻ. ഇനി ജനാധിപത്യവാദികൾ ഉറപ്പാക്കുന്ന ചില അവകാശങ്ങൾ, അതായത് ജനാധിപത്യ സർക്കാരിൽ ഉണ്ടാകുന്ന ചില അവകാശങ്ങളാണ് പറയുന്നത്. ലൈക്ക് ജീവിക്കാനുള്ള അവകാശം എന്തായാലും കിട്ടും. അതായത് ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ആണോ അവിടെ കിട്ടുന്ന ചില കാര്യങ്ങളാണ്, എന്തായാലും കിട്ടും എന്ന് പറയുന്ന കാര്യങ്ങളാണ്. ജീവിക്കാനുള്ള അവകാശം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, അഭിപ്രായ സ്വാതന്ത്ര്യം, കൂട്ടായ്മയുടെ സ്വാതന്ത്ര്യം. ഇത് ഏതാനും ചില അവകാശങ്ങളാണോ, ചില അവകാശങ്ങൾ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് അല്ലെ? ആർട്ടിക്കിൾ 12 to 35 വരെ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. നമുക്ക് പഠിക്കാനുണ്ട്, നമ്മുടെ സിലബസിലുണ്ട്. അപ്പൊ അതിലുള്ള ചില അവകാശങ്ങളാണ് ജീവിക്കാനുള്ള അവകാശം, റൈറ്റ് ടു ലീവ് എന്നുള്ളത്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, അഭിപ്രായ സ്വാതന്ത്ര്യം, ഫ്രീഡം ഓഫ് സ്പീച്ച്, കൂട്ടായ്മയുടെ സ്വാതന്ത്ര്യം, ഫ്രീഡം ടു ഗേദർ, ഇങ്ങനത്തെ കാര്യങ്ങളുള്ള ചില കാര്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത്. ഇത് പറയുന്ന സമയത്ത് SCERT ടെക്സ്റ്റ് ബുക്കില് പലസ്തീൻ ഗേളിന്റെ, ഒരു പലസ്തീനിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടിയെ കുറിച്ച് പറയുന്നുണ്ട്. അവർക്ക് അവകാശ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടതിന്റെ ഒരു പ്ലക്കാർഡും കാര്യങ്ങളും വെച്ചിട്ടുള്ള ചില കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ പലസ്തീൻ ജനത നിങ്ങൾക്കറിയാം ലോകത്ത് മനുഷ്യ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു നാടാണെന്നുള്ളത്. അതില് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. ബട്ട് മനസ്സിലാക്കി വെക്കേണ്ടത് മനുഷ്യന്റെ അവകാശം എന്ന് പറയുന്ന ജീവിക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു നാടാണ് എന്നുള്ളതാണ്. അത് SCERT പുസ്തകത്തിൽ കൃത്യമായിട്ട് പ്രതിപാദിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് അവിടെയാണ് നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ നോക്കിക്കേ, പൊല്യൂഷൻ ഓഫ് പെരിയാർ, പീപ്പിൾ വറീഡ്. നമ്മുടെ നാട്ടിലുള്ള ഒരു റിവർ പൊല്യൂട്ടഡ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്, ഒരു നല്ലൊരു ജലസ്രോതസ് അല്ലെങ്കിൽ നമ്മുടെ അറ്റ്മോസ്ഫിയർ പൊല്യൂട്ടഡ് ആണ്, അന്തരീക്ഷം പൊല്യൂട്ടഡ് ആണെന്ന് പറയുമ്പോൾ മനുഷ്യന് ജീവിക്കാനുള്ള അവകാശത്തെ ലംഘിക്കപ്പെടുകയാണ്. December 10 എന്താണ്? ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആണ്. ഓൾ സെറ്റ് ടു ഒബ്സർവ് ഹ്യൂമൻ റൈറ്റ്സ് ഡേ. അപ്പൊ December 10 ഹ്യൂമൻ റൈറ്റ്സ് ഡേ എന്നുള്ളത് നമുക്കറിയാം. ലേബർ എക്സ്പ്ലോയിറ്റേഷൻ ഹൈ ഇൻ അൺഓർഗനൈസ്ഡ് സെക്ടർ ഇൻ ഇന്ത്യ. തൊഴിലാളികളെ വരെ ചൂഷണം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ടാണ്. സീരിയസ് ഹെൽത്ത് പ്രോബ്ലംസ് ഇൻ ചിൽഡ്രൻ ഇൻ ദ ഫയർ വർക്കേഴ്സ് ഫാക്ടറി ഇൻ ശിവകാശി. ശിവകാശിയിൽ നമുക്കറിയാം വെടിമരുന്ന്, അവിടെ കുട്ടികൾ പണിയെടുക്കുമ്പോൾ കുട്ടികൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരുന്നുണ്ടെന്ന്. അപ്പൊ അവിടെ ചൈൽഡ് ലേബർ വരുന്നുണ്ട്. അപ്പോൾ ചൈൽഡ് റൈറ്റ് പോയി, വർക്കേഴ്സ് റൈറ്റ് പോയി, മനുഷ്യന് ജീവിക്കാനുള്ള എൻവയോൺമെന്റൽ റൈറ്റ് ആണത്. പല അവകാശങ്ങൾ കൂടി ചേർന്നതിനാണ്
ഹ്യൂമൻ റൈറ്റ്, മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത്. മനുഷ്യർക്ക് മാത്രമല്ല അവകാശങ്ങൾ, പ്രകൃതിക്ക് അവകാശങ്ങളുണ്ട്. അപ്പൊ പ്രകൃതിയെ നമ്മൾ വെട്ടിമുറിക്കുമ്പോഴാണ് നമുക്ക് പലപ്പോഴും ദുരന്തങ്ങൾ സംഭവിക്കുന്നത് നമുക്കറിയാം. അപ്പൊ പല അവകാശങ്ങളുണ്ട്. അപ്പൊ അങ്ങനത്തെ കോൺസെപ്റ്റുകളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. ഇതിൽ കണ്ടോ, ദ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് എന്ന് പറയുന്ന ലോക മനുഷ്യാവകാശ ഡിക്ലറേഷനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. 1948 ഡിസംബർ 10 UDHR, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് നിലവിൽ വരുന്നത്. അതുകൊണ്ടാണ് ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനമായിട്ട് വരുന്നത്. മനുഷ്യ അവകാശങ്ങൾ എന്നത് എന്താണ്? ഓരോ മനുഷ്യനും ഉള്ള അവകാശങ്ങളാണ്. എല്ലാ മനുഷ്യർക്കും അവകാശങ്ങളുണ്ട്. അതിൽ ചില അവകാശങ്ങൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അത് 1948 ഡിസംബർ 10 നിലവിൽ വന്നത്. അവിടെ കൃത്യമായിട്ട് അവർ പറയുന്ന സ്റ്റേറ്റ്മെന്റ് കണ്ടോ, ഓൾ ഹ്യൂമൻ ബീങ്സ് ആർ ബോൺ ഫ്രീ ആൻഡ് ഈക്വൽ ഇൻ ഡിഗ്നിറ്റി ആൻഡ് റൈറ്റ്സ്. ഞാനും നിങ്ങളൊക്കെ ജനിക്കുന്നത് ഒരു കുട്ടിയായിട്ടാ, മനുഷ്യനായിട്ടാ. മനുഷ്യനുള്ള അവകാശങ്ങൾ എല്ലാവർക്കും ഉണ്ട്. ദേ ആർ എൻഡോവ്ഡ് വിത്ത് റീസൺ ആൻഡ് കോൺസൈൻസ് ആൻഡ് ഷുഡ് ആക്ട് ടുവാർഡ്സ് വൺ അനദർ ഇൻ സ്പിരിറ്റ് ഓഫ് ബ്രദർഹുഡ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ എന്നുള്ളതായത് കൊണ്ട് തന്നെ ഞാനൊരു മനുഷ്യനായതുകൊണ്ട് മറ്റൊരു മനുഷ്യന്റെ ജീവനും അവരുടെ ബുദ്ധിക്കും എല്ലാത്തിനും ഒരു സഹോദരൻ എന്ന പോലെ സാഹോദര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ എന്ത് ചെയ്യണം? അതിനുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കണം. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ പഠിക്കണം എന്നുള്ളതാണ് UDHR കൃത്യമായിട്ട് പറയുന്നത്. ആ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ ഡിസംബർ 10 കാര്യം കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരും. നമുക്ക് സ്പെസിഫിക്കലി ഈ ടോപ്പിക് സിലബസിൽ പഠിക്കാനുണ്ട്. ഇനി അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യ ഗവൺമെന്റ് 1993 നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ എന്ന് പറയുന്ന NHRCക്ക് രൂപം നൽകി. അതായത് UDHR ലോകത്ത് യുണൈറ്റഡ് നേഷന്റെ കീഴിൽ നടന്നിട്ടുണ്ടായിരുന്ന ഒരു പ്രോഗ്രാമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ഗവൺമെന്റ് അതുമായിട്ട് കൃത്യമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? അതിനുവേണ്ടി ഒരു കമ്മീഷൻ രൂപീകരിക്കുന്നുണ്ട്. അതിന്റെ പേരാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ എന്നുള്ളത്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. അത് പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പായിരുന്നു 1993. അതുമായി ബന്ധപ്പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി ഒന്ന് നോക്കിക്കുക നിങ്ങൾ. SCERT ടെക്സ്റ്റ് ബുക്കിൽ വീണ്ടും കൊടുത്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു റൈറ്റ് ടു ലീവ്, ജീവിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് എന്താണ്? റൈറ്റ് ടു ലീവ് വിത്ത് ഡിഗ്നിറ്റി, അന്തസ്സോടെ ജീവിക്കാനുള്ളതാ. നിങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശത്തെ പുഴ അല്ലെങ്കിൽ ഒരു കനൽ തോട് ഫുള്ള് മലിനമാക്കപ്പെട്ടിരിക്കുക, വാസന, സ്മെല്ല്, അസുഖങ്ങൾ പലതും വരികയാണെങ്കിൽ നിങ്ങളുടെ റൈറ്റ് ടു ഡിഗ്നിറ്റിക്ക് എതിരാണ്, നിങ്ങൾക്ക് കേസ് കൊടുക്കാം. അതാണ് പ്യൂർ ആയിട്ടുള്ള ഒരു എയർ, പ്യൂർ ഡ്രിങ്കിങ് വാട്ടർ, സഫീഷ്യന്റ് ന്യൂട്രീഷ്യസ് ഫുഡ്, ഇതെല്ലാം റൈറ്റ് ടു ലീവിന്റെ കീഴിൽ വരുന്നതാ. അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ലംഘിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ യു കൻ അപ്രോച്ച് വാട്ട്? കോടതിയെ നിങ്ങൾക്ക് സമീപിക്കാം എന്നുള്ളതാണ്. അതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ പ്രത്യേകത. അത് ഇതിന്റെ കൂട്ടത്തിൽ ഇന്റഗ്രേറ്റ് ചെയ്തൊന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. SCERT ക്ലാസ്സിലെ പോയിന്റുകൾ ആയതുകൊണ്ട് തന്നെ ഞാൻ വളരെ ലിമിറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ആർട്ടിക്കിളൊക്കെ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾ 21 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ് ടു ലൈഫ് ആൻഡ് ലിബർട്ടിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. റൈറ്റ് ടു ലൈഫ് ആൻഡ് ലിബർട്ടി, അതിൽ നിന്ന് ഉയർന്നു വരുന്ന റൈറ്റുകളാണ് റൈറ്റ് ടു ലീവ് വിത്ത് ഡിഗ്നിറ്റി എന്ന് പറയുന്നത്. ഞാനിപ്പോ പറഞ്ഞിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്? ഇന്ത്യയിലെ ഹ്യൂമൻ റൈറ്റുകൾ വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് പഠിക്കാൻ വേണ്ടി ഒരു കമ്മീഷൻ ഏൽപ്പിക്കുന്നത്. അതാണ് NHRC എന്ന് പറയുന്നത്. 1993 പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കിയതിലൂടെയാണ് ഇത് വന്നത്. ഇതിൽ വരുന്നത് ചെയർമാൻ ഉണ്ട്, പ്ലസ് ടോട്ടലി 5 അംഗങ്ങൾ. അതായത് ടോട്ടലി 5 മെമ്പർ കമ്മിറ്റിയാണ് അന്നുണ്ടായിരുന്നു കേട്ടോ. അതിലാരുണ്ട്? ചെയർമാൻ ഉണ്ട്. ആരായിരിക്കും ചെയർമാൻ? ഇത് പഠിച്ചു വെച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് അല്പം ചോദിക്കും. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയാണ്. സുപ്രീം കോടതിയിൽ നിന്നും റിട്ടയർഡ് ആയിട്ടുള്ള ചീഫ് ജസ്റ്റിസ് ആരാണോ പുള്ളിക്കാരനായിരിക്കും ചെയർമാൻ ആയിട്ടുണ്ടാവുക. സോ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ CJI പുള്ളിക്കാരനാണ് എന്ത് ചെയ്യുക? ഇതിന്റെ ചെയർമാൻ ആയിട്ട് വരിക എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. ഇത് സ്റ്റേറ്റ്മെന്റ് ആണ്, കോൺസെപ്റ്റ് ആണ്. ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, മിസ്സാക്കരുത്. അതേ സമയത്ത് അങ്ങനെ ആദ്യത്തെ NHRCയുടെ ചെയർമാൻ ആയിരുന്നു ജസ്റ്റിസ് രംഗനാഥ് മിശ്ര എന്ന് പറയുന്നത്. ഇത് ഫാക്ച്വൽ ആണ്. അപ്പൊ നിങ്ങൾ കോൺസെപ്റ്റ് പഠിച്ചിട്ട് മാത്രമാണ് ഫാക്ട് പഠിക്കേണ്ടതുള്ളൂ. നിങ്ങൾ പരീക്ഷയ്ക്ക് NHRCയുടെ ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ് മിശ്ര എന്ന് പഠിക്കുന്നതിന് മുന്നേ എന്തായാലും പഠിച്ചിരിക്കേണ്ട പോയിന്റ് എന്താണ്? ചെയർമാൻ ആകാൻ അർഹതപ്പെട്ടതാരാണ്? റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് മാത്രമാണ്
എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. അങ്ങനെ എന്നിട്ട് ഇതിന്റെ പേര് പഠിക്കുക. അപ്പൊ അവിടെ കോൺസെപ്റ്റും പഠിച്ചു, ഫാക്റ്റും പഠിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഒരു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ടായിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്താണെന്നുള്ളത്, അതായത് മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികളെ കുറിച്ച് അന്വേഷിക്കാനേ പറ്റുള്ളൂ, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, പോയിട്ട് പണിഷ്മെന്റ് കൊടുക്കാൻ പറ്റത്തില്ല. ഇനി അതേസമയത്ത് തടവുകാർ, ജയിലിൽ അടക്കപ്പെട്ടുള്ള ആൾക്കാരുടെ ജീവിത സാഹചര്യങ്ങൾ ഒന്ന് പഠിക്കുക, ജയിലുകൾ സന്ദർശിക്കുക, അതിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക. ഓക്കെ, മനുഷ്യാവകാശ സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുക. ഇവർക്ക് നിർദ്ദേശങ്ങൾ നൽകാനുള്ള റെക്കമെൻഡേറ്ററി നേച്ചറേ ഉള്ളൂ, അല്ലാണ്ട് പോലീസ് ആക്ഷൻ പോലെ പവർ എടുക്കാൻ കയ്യിൽ നിയമം എടുത്തിട്ട് ചെയ്യാനുള്ള അവകാശം ഇല്ല എന്നുള്ള അറിഞ്ഞിരിക്കുക. മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മറ്റ് സന്നദ്ധ സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാനും ലംഘിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാനും എന്നിട്ട് അതിനെ പഠിച്ചിട്ട് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള ഒരു ബോഡി ആയിട്ടാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ നിലവിലുള്ളത്. ഇത് കുറച്ചുകൂടെ ഒന്ന് പവർ കൂട്ടുകയാണ് എങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്കറിയാം, കൽക്കത്തയിലും മറ്റൊക്കെ ഒരുപാട് ഇഷ്യൂസ് അല്ലെ, ഡൽഹി ഗാങ് റേപ്പ് പോലെ കൽക്കത്തയിലും ഗാങ് റേപ്പ് ഇഷ്യൂസ് ഒക്കെ 1ഉം 2ഉം ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഇഷ്യൂസിനൊക്കെ ഈ മനുഷ്യാവകാശ കമ്മീഷൻ പോലുള്ള വാക്കുകൾ നിങ്ങൾ പത്രത്തിൽ കാണുന്നുണ്ടാവും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇടപെട്ടിട്ട് സംസാരിക്കാനും ഒക്കെ പറ്റുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇതിന് കൂടുതൽ പവർ കൊടുക്കുമ്പോൾ അങ്ങനത്തെ ചില സാധ്യതകളുണ്ട്. ഇത് എന്റെ അഭിപ്രായങ്ങളാണ്, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താവുന്നതുമാണ് കേട്ടോ. അങ്ങനെ ഒരു ഡിസ്കഷൻ മോഡിൽ പഠിക്കേണ്ട ടോപ്പിക്കാണ് പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്ത് പഠിക്കുന്നത്. എങ്കിൽ നിങ്ങളും ഒരു നല്ല പൗരനാവും, നല്ല അധ്യാപകനാവും എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ നമ്മൾ പറഞ്ഞു. അതിനുശേഷം കേരളത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ വരുന്നുണ്ട്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ SCERT ടെക്സ്റ്റ് ബുക്കുകൾ മിസ്സാക്കരുത് എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് SCERT ടെക്സ്റ്റ് ബുക്കിൽ കണ്ടോ, സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ഉണ്ട്. തമിഴ്നാടിനെ കുറിച്ചല്ലല്ലോ പറയുന്നത്, കേരളത്തെ കുറിച്ചല്ലേ പറയുന്നത്. അപ്പൊ എല്ലാ സംസ്ഥാനങ്ങളിലും സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻസ് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ നിലവിൽ വന്നത് 1998. ഇത് ഫാക്ട് ആണെങ്കിലും പഠിച്ചു വെച്ചോണം, പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കും. ഓക്കെ, അതിലെന്തുണ്ട്, ചെയർമാനും 2 മെമ്പേഴ്സും ഉണ്ട്. അപ്പൊ ടോട്ടലി എത്ര മെമ്പേഴ്സ് ഉണ്ട്? SHRCയിൽ 3 മെമ്പേഴ്സ് ആണ് ഉള്ളത്, മറ്റൊരു 5 നമ്മൾ പറഞ്ഞു. ഓക്കെ, എന്താണ് നാഷണലിൽ എന്ത് ചെയ്യുന്നു അതിന്റെ സെയിം ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ് ഇവിടെയും വരുന്നത് എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ നമുക്ക് ആർക്കെങ്കിലും മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ നമുക്ക് അപ്രോച്ച് ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കി വെക്കേണ്ട പോയിന്റ്. ഇനി നമ്മൾ പഠിക്കേണ്ട മറ്റൊരു ടോപ്പിക്കാണ്, കണ്ടോ. അപ്പൊ നമ്മളിട്ട് ഇന്നത്തെ ഡിസ്കഷൻ ആരംഭിച്ചതിന്റെ ഒരു മെത്തേഡ് നിങ്ങൾ കണ്ടോ, പോയത് എങ്ങനെയാന്നുള്ളത് ഞാൻ പറഞ്ഞു. ഡെമോക്രസി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ എങ്ങനെയാണ് ഒരു നാട് ഭരിക്കുന്നത് അതനുസരിച്ചിരിക്കും ആ നാട്ടിലെ അവകാശങ്ങൾ എന്നുള്ള. അപ്പൊ ഡെമോക്രാറ്റിക് നേഷൻ ആയിട്ടുള്ള ഇന്ത്യയെ കുറിച്ച് പറയുന്നു. അതിൽ നിന്നും അവകാശങ്ങളെ കുറിച്ച് ലോകത്തുണ്ടായിരുന്ന UDHR കുറിച്ച് പറഞ്ഞു, ഇന്ത്യയുടെ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനെ കുറിച്ച് പറഞ്ഞു, സ്റ്റേറ്റ് കമ്മീഷൻ പറഞ്ഞു. ഇനി അതേ സമയത്ത് സ്പെസിഫിക്കലായിട്ട് നമ്മൾ എന്ത് പറയുന്നത്, ഹ്യൂമൻ റൈറ്റിനെ കൂടുതൽ ചൈൽഡ് റൈറ്റ് പറയാൻ വേണ്ടി പോവുകയാണെങ്കിൽ അതോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളൊക്കെ തീരും. കുട്ടികളുടെ അവകാശങ്ങൾ എന്നുള്ളത്, കുട്ടികളുടെ അവകാശം എന്താ, കുട്ടികൾ എന്ന് പറയുന്നത് ആരോഗ്യപരമായിട്ടുള്ള ഫുഡ് കഴിക്കാൻ പറ്റണം, നല്ല വിദ്യാഭ്യാസം കിട്ടണം. അപ്പൊ ഇങ്ങനത്തെ ചില കാര്യങ്ങളാണ് കുട്ടികൾക്കുള്ളത്. അതുകൊണ്ട് ഞാനിവിടെ ഒരു പോയിന്റ് ജസ്റ്റ് എഴുതി വെക്കാം, നിങ്ങളുടെ ഈ ഡിസ്കഷനിൽ അത് കയറി വരുന്നില്ല, പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2013 എന്നുള്ളത്. കുട്ടികൾക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കണം. അതുപോലെ ഗവൺമെന്റിന്റെ സ്കീമാണ് പോഷൻ അഭിയാൻ എന്ന് പറയുന്നത്, പോഷകാഹാരം കിട്ടുക എന്നുള്ളത്, പോഷൻ അഭിയാൻ എന്നുള്ളത്. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് അറിഞ്ഞിരിക്കുക. നമ്മുടെ ഉച്ചക്കഞ്ഞി എന്ന് പറയുന്ന ഒരു പദ്ധതിയിലോട്ട് അത് കുട്ടികൾക്ക് ന്യൂട്രീഷൻ കിട്ടുന്ന ഒന്നായിരിക്കണം, അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്ത് സംഭവിക്കും, മാൽ ന്യൂട്രീഷൻ സംഭവിക്കും. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ചൈൽഡ് റൈറ്റ് എന്നുള്ളത്. അപ്പൊ കുട്ടികൾ പറയുന്ന ഒരു പ്ലക്കാർഡ് നോക്കിയ ഫ്രീഡം ഓഫ് സ്പീച്ച് ഈസ് മൈ റൈറ്റ്, എന്റെ അവകാശമാണ് എന്റെ സംസാര സ്വാതന്ത്ര്യം എന്നുള്ളത്. ഐ ഹാവ് ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ, എനിക്ക് എഡ്യൂക്കേഷൻ അവകാശം വേണം. ഐ ഹാവ് ദ റൈറ്റ് ടു മൈ നെയിം ആൻഡ് നാഷണലിസം, എനിക്ക് എന്ത് പേര് സ്വീകരിക്കണം, എന്റെ ദേശീയത എന്തായിരിക്കണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കും. പ്രൊട്ടക്ഷൻ ഫ്രം ചൈൽഡ് ലേബർ ഈസ് മൈ റൈറ്റ്, എന്നെ ബാലവേലക്ക് നിങ്ങൾ ഇരുത്തരുത്. കുട്ടിയായ എനിക്ക് ചിലപ്പം ബാലവേല ചെയ്യാൻ പറ്റില്ല. അപ്പോ ചൈൽഡ് ലേബർ എന്നുള്ളത് വൺ ഓഫ് ദി വെരി സീരിയസ് ഇഷ്യൂ ആണ്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് പലപ്പോഴും പല സിറ്റികളിലോ സിറ്റികളുടെ ഔട്ട്സൈഡിലോ ഒക്കെ ആയിട്ട് നിങ്ങൾക്കറിയാം, പല പുറത്തു നിന്നുള്ള സ്റ്റേറ്റിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാർ ഷെഡുകളും മറ്റും കെട്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് കുറച്ച് കുട്ടികളുണ്ടാവും ഇവിടെ, വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടിട്ട് ഫാമിലിയുടെ കൂടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ഇൻഡിപെൻഡൻസ് ഡേയുടെ സമയത്ത് എല്ലാവരും പതാക വെക്കുന്ന സമയത്ത് ചില കുട്ടികൾ വെക്കുന്നത് കണ്ടിട്ടില്ലേ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കാം. പഠിക്കേണ്ട കുട്ടികൾക്ക്
പഠനം കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. അങ്ങനത്തെ ചില ചർച്ചകളാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള കാര്യമാണ് ബേസിക്കലി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ. കാരണം ഞാൻ പൊളിറ്റിക്കൽ സയൻസിന്റെ ഒരു വിഷയം ഇത് ഡിസ്കഷൻ മോഡിൽ കൊണ്ടുപോകേണ്ടതാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അപ്പൊ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, അതിനാണ് നമ്മൾ പറയുന്ന RT ആക്ട് എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട അവകാശമാണ്. 2009 അത് നിയമമായിട്ട് വരുന്നത്. 2009 കേട്ടോ. പിന്നെ അതിൽ എന്താ പറയുന്നത്? 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഫ്രീ ആയിരിക്കണം ആൻഡ് കമ്പൽസറി ആയിരിക്കണം. നിർബന്ധമായിട്ട് കൊടുക്കണം. അത് കുട്ടികളുടെ അവകാശമാണ്. സ്റ്റേറ്റ് കൊടുത്തിരിക്കണം. സോ സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള എഡ്യൂക്കേഷൻ ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത്, ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ എന്നുള്ളത്. അതുകൊണ്ടാണ് പിന്നീട് ഇത് എന്ത് ചെയ്തത്? ആർട്ടിക്കിൾ 21A ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്തിട്ടുള്ളത്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്നുള്ളത്. അതുപോലെ പിന്നീട് എന്ത് ചെയ്തു? ഫണ്ടമെന്റൽ റൈറ്റ്സിൽ മാത്രമല്ല, ബോണസ് പോയിന്റ് ആയിട്ട് അതൊക്കെ പഠിച്ചു വെക്കുക. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളുടെ 11th ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആയിട്ട് ഇത് ആഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ പാരന്റ് ഓർ ദ ഗാർഡിയൻ. കുട്ടികളെ സംരക്ഷിക്കുന്നത് ആരാണോ അവര് കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കൽ അവരുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ളതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും റൈറ്റ്സിനെ കുറിച്ച്, അവകാശങ്ങൾ മാത്രം സംസാരിക്കാൻ പാടില്ല. ദർ വി ഓൾസോ ഷുഡ് ഡിസ്കസ് അബൌട്ട് ഡ്യൂട്ടീസ്. നമ്മളുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചുകൂടെ നമ്മൾ എന്ത് ചെയ്യണം? സംസാരിക്കണം എന്നുള്ളിടത്തും ഈ ഒരു പുസ്തകം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, കുട്ടികൾക്ക് അനുകൂലമാക്കപ്പെട്ടുള്ള പഠന അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, റോഡ് സൈഡിലെ പാലത്തിന്റെ താഴെ ഈ ഷെഡും കെട്ടി ജീവിക്കുന്ന കുട്ടികൾക്ക് എന്ത് വിദ്യാഭ്യാസത്തിനുള്ള പഠനാന്തരീക്ഷമാണ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്? അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടോ? അപ്പൊ സ്കൂളുകൾ വൃത്തിഹീനമായിരിക്കണം, വൃത്തിയുള്ളതായിരിക്കണം. ഓക്കെ, എല്ലാ ഫെസിലിറ്റീസും ഉള്ളതായിരിക്കണം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടി പറ്റണം എന്നുള്ളതാണ്. ഇതെല്ലാം കുട്ടികളുടെ അവകാശമാണ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കാനും അറിയാനും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ പറയുന്ന, പഠിപ്പിക്കുന്ന ഓരോ പോയിന്റുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഗായ്സ്. പരീക്ഷയ്ക്ക് ആസ് സച്ച് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഇത്രയും ക്ലാസ്സുകളും ഇത്രയും പോയിന്റുകളും മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ബാക്കിയുള്ള സുഹൃത്തുക്കളുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് കിട്ടുന്ന ഫ്രീ ക്ലാസ് അല്ലേ, ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഈ നോട്ട്സ് എഴുതി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ, ഒപ്പീനിയൻ ഒക്കെ കമന്റ് ചെയ്യാനും ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ഭാവിയിൽ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് നൽകാനൊക്കെ നമുക്കൊരു ഇൻട്രസ്റ്റ് കാണത്തുള്ളൂ കേട്ടോ. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ ഓരോരുത്തരും, കാണുന്ന ഓരോരുത്തരും നിങ്ങളുടെ ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഈ വീഡിയോയിലോട്ടും ചെയ്യാം. ഓക്കെ, അപ്പൊ കുട്ടികളുടെ അവകാശവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് 2 പേരുണ്ട്, കൈലാസ് സത്യാർത്ഥിയും മലാല യൂസുഫ്സായും. SCERT ടെക്സ്റ്റ് ബുക്കുള്ള ആൾക്കാരാ. അവരെന്ത് ചെയ്യുന്നുണ്ട്? നൊബേൽ പീസ് പ്രൈസ് കിട്ടുന്നുണ്ട് 2014. അദ്ദേഹത്തിന്റെ ഒരു മൂവ്മെന്റ് ആയിരുന്നു ബച്പൻ ബച്ചാവോ ആന്തോളൻ, കുട്ടികളുടെ ചൈൽഡ്ഹുഡ് സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ട്. ഇറ്റ് വാസ് എ വർക്ക് അഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ. അങ്ങനെ കൈലാസ് സത്യാർത്ഥിക്ക് നൊബേൽ പ്രൈസ് കിട്ടുന്നുണ്ട്. അതേ സമയത്ത് മലാല യൂസുഫ്സായിക്ക് 17ാമത്തെ വയസ്സിൽ നൊബേൽ പ്രൈസ് കിട്ടുന്നത് എന്തിനാ? ഫോർ എഡ്യൂക്കേഷൻ ഓഫ് ഗേൾസ്. അതിനുവേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ട്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ പോയിന്റുകൾ അങ്ങനെ അറിഞ്ഞിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. സംതിങ് വെരി ഇമ്പോർട്ടന്റ്. ഫൈനലി നമ്മുടെ ഡിസ്കഷൻ അവസാനിപ്പിക്കുന്നത്, ഞാൻ പറഞ്ഞ പോലെ നമുക്ക് അവകാശങ്ങളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. റൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? അവകാശങ്ങളാണ്. അതിൽ ഫ്രീഡം എന്ന് പറയുന്നത് എന്റെ അവകാശമാണ്. ഒരു ചൈൽഡ് എന്ന രീതിയിൽ സംരക്ഷണം എന്ന് പറയുന്നത് എന്റെ അവകാശമാണ്. ഒരു കുട്ടിയെ റോട്ടിലിട്ട് പോകാനൊന്നും പറ്റത്തില്ല. പ്രൊട്ടക്ഷൻ കൊടുക്കണം. കെയർ ഇൻ ഓൾഡ് ഏജ്, വാർദ്ധക്യത്തിൽ പാരന്റ്സിന്റെ അവകാശമാണ് അവരെ സംരക്ഷിക്കുക എന്നുള്ളത്. എഡ്യൂക്കേഷൻ ആൻഡ് ബേസിക് ഫെസിലിറ്റീസ് കുട്ടികളുടെ അവകാശമാണ്. ഇൻ കേസ് ഓഫ് വയലേഷൻ, അത് നേടിയെടുക്കുക എന്നുള്ളതും അവകാശമാണ്. നിങ്ങൾ ഇത് സിംപ്ലി സെയിങ് ആർട്ടിക്കിൾ 32 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്നുള്ളത്. ഫണ്ടമെന്റൽ റൈറ്റുകൾ ഏതെങ്കിലും എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് കോടതിയെ അപ്രോച്ച് ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ എനിക്ക് സ്റ്റേറ്റിന്റെ ഹൈക്കോടതിയെ അപ്രോച്ച് ചെയ്യാം, അല്ലെങ്കിൽ സുപ്രീം കോടതിയെ അപ്രോച്ച് ചെയ്യാം എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 32 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത്. ഇതൊക്കെ നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ കോൺസെപ്റ്റിൽ പഠിക്കാം. പക്ഷെ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ കയറി വരുന്നത് ഡെമോക്രസി, റൈറ്റുകൾ, സോവറിനിറ്റി, സ്റ്റേറ്റ് തമ്മിലുള്ള കോൺസെപ്റ്റുകൾ. അതിനാണ് SCERT പഠിക്കണം എന്ന് പറയുന്നത്. കമ്മിങ് ടു ഡ്യൂട്ടീസ്. ഡ്യൂട്ടി എന്താ? ഉത്തരവാദിത്തം. ഷെയറിങ് മൈ ഫ്രീഡം വിത്ത് അതേഴ്സ്. എന്റെ ഫ്രീഡം ബാക്കിയുള്ളവരുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്ന പറഞ്ഞാൽ ബാക്കിയുള്ളവരുടെ ഫ്രീഡത്തെ കൂടെ മാനിക്കുക. ടു പ്രൊട്ടക്ട് മീ ഇസ് ദ ഡ്യൂട്ടി ഓഫ് മൈ പാരന്റ്സ്. അത് അവരുടെ ഡ്യൂട്ടിയാണ്. ഓരോ എക്സാമ്പിൾസ് ആട്ടോ ഇവിടെ പറയുന്നത്. ടു ഗീവ് മൈ പാരന്റ്സ് ഡ്യൂ കെയർ ഇൻ ഓൾഡ് ഏജ്. കണ്ടോ, ഇത് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് പറയാം. ഓക്കെ,
ഓൾഡ് ഏജ് സമയത്ത് പാരന്റ്സിനെ സംരക്ഷിക്കുക എന്നുള്ളത് പാരന്റ്സിന്റെ അവകാശമാണെങ്കിൽ അത് കൊടുക്കുക എന്നുള്ളത് എന്റെ ഡ്യൂട്ടിയാണ്. ടു ഒബേ ദ റൂൾസ് ഓഫ് സ്കൂൾ, ടു ഒബേ ദ റൂൾസ് ഓഫ് ട്രാഫിക് എന്നുള്ളതൊക്കെ ഡ്യൂട്ടിയാണ്. സർവീസ് ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ദ സൊസൈറ്റി ഇസ് മൈ ഡ്യൂട്ടി. സമൂഹത്തിന് ഉപകാരമില്ലാത്ത രൂപത്തിൽ കുറച്ച് പ്ലാസ്റ്റിക് കവർ കൊണ്ടുപോയിട്ട് നദിയിൽ കൊണ്ടുപോയി എറിയുക എന്നുള്ളതൊക്കെ ഡ്യൂട്ടി അല്ല, ഇറ്റ്സ് എഗെയിൻസ്റ്റ് ഡ്യൂട്ടിയാണ്, ആന്റി നാഷണൽ ആണ്, അല്ലെങ്കിൽ ആന്റി സൊസൈറ്റി ആണ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചിന്തിച്ചു നോക്കുക. അപ്പൊ റൈറ്റുകളും ഡ്യൂട്ടികളും ഉണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓൾവേസ് അറിഞ്ഞിരിക്കാനുള്ള ഒരു ശ്രമവും നിങ്ങൾക്ക് ഉണ്ടാവുക. സോ ഡിയർ സ്റ്റുഡൻസ്, SCERTയുടെ ഈ ക്ലാസ്സിന്റെ ഡിസ്കഷന്റെ ഭാഗമായിട്ട് നമ്മൾ ആകെ പറഞ്ഞു വെച്ചത് ഈ സമ്മറി മാത്രമാണ്. ഒരു ഗവൺമെന്റ് ഉണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ എന്തായിരുന്നു, ഡെമോക്രസി ഉണ്ട്, റൈറ്റുകൾ ഉണ്ട്. ഇതാണ് നമ്മുടെ ഡിസ്കഷൻ. അതിൽ ഗവൺമെന്റ് ഉണ്ട്, അതിൽ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ഉണ്ട്, നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ഉണ്ട്. ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ഉള്ള രാജ്യത്തിൽ റൈറ്റുകളെ പ്രൊട്ടക്ട് ചെയ്യുക വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹ്യൂമൻ റൈറ്റ് ആവാം, ചൈൽഡ് റൈറ്റ് ആവും, വുമൻ റൈറ്റ് ആവും, വാട്ട് എവർ ഇറ്റ് ഈസ്. നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റിൽ റൈറ്റുകൾ ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് നമ്മൾ ഫോക്കസ് ചെയ്തത് ഫുള്ള് ഈ ഒരു ഏരിയയിലോട്ടാണ്. അങ്ങനത്തെ ഒരു ഡിസ്കഷൻ ആണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. പ്രധാനപ്പെട്ട പേഴ്സണാലിറ്റീസ്, നിയമങ്ങൾ, ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയ്ക്ക് പഠിച്ചു വെച്ചോണം, മിസ്സാക്കരുത്. സംതിങ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പോ ഒന്നുകൂടെ പറയാണ്, SCERT ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത്. കോൺസെപ്റ്റും കാര്യങ്ങളും പഠിച്ചു വെക്കാനും കേരളത്തിന്റെ പെർസ്പെക്റ്റീവ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയും. അപ്പൊ HSS സോഷ്യൽ സയൻസിൽ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ തീർച്ചയായിട്ടും ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓഫീസ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക, എന്നിട്ട് അഡ്മിഷൻ എൻഷുർ ചെയ്യുക. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇൻസ്റ്റാൾമെന്റ് ഫെസിലിറ്റിയോട് കൂടെ തന്നെ നിങ്ങൾക്ക് പഠിക്കാന്നുള്ളതാണ്. അപ്പൊ മിസ്സാക്കാതെ പഠിക്കുക, പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. ഇത്രയും നല്ല ഒരു ഓഫറും കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ക്ലാസ്സസും നിങ്ങൾക്ക് വേറെ എവിടെ നിന്നും കിട്ടുമെന്ന് നമ്മൾ പറയുന്നില്ല. ബട്ട് വി ആർ പ്രൊവൈഡിങ്, ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓഫ് ദി ഡിസ്കഷൻ വാസ് യൂസ്ഫുൾ. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോമന്റ് ആയിട്ട് രേഖപ്പെടുത്താനും ശ്രമിക്കുക. ദാറ്റ്സ് ഓൾ ഗൈസ്. പിന്നീട് മറ്റൊരു സെഷനിൽ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് കൂടുതൽ വീഡിയോസുമായിട്ട് മുന്നോട്ട് വരാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം കൂടിയും പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ സെഷൻ യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.